അപ്പോൾ നമ്മുടെ ക്വാളിസിൻ്റെ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന നമ്മുടെ പാത്തോടെ ആ വണ്ടി തന്നെയാണ് ഇരിക്കുന്നത്. ആ സെയിം ലെവലിലേക്ക് തന്നെയാണ് നമ്മൾ തൊട്ടടുത്തുള്ള വണ്ടി നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ KL7 AM 600 എന്ന് പറയുന്ന വണ്ടി പാത്തുവിൻ്റെ ആ സെയിം കണ്ടീഷനിലേക്ക് തന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ചെറിയ ചെറിയ കുഞ്ഞു മാറ്റം മാത്രമേ വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും അലോയി ടയർ, അതുപോലെ തന്നെ എക്സ്റ്റീരിയറിൽ വരുന്ന ലൈറ്റുകൾ, ഇൻറ്റീരിയറിൽ വരുന്ന കാര്യങ്ങൾ എല്ലാം ഏകദേശം നമ്മൾ സെയിം ആയിട്ട് തന്നെ ഇതിനകത്ത് പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ ലൈറ്റുകളുടെ വ്യത്യാസം മാത്രമേ ഇതിനകത്തുള്ളൂ. ബാക്കിയെല്ലാം സെയിം ടു സെയിം ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടിയുടെ മെത്തേഡിലേക്ക് തന്നെയാണ് ഫുള്ളായിട്ട് ഇതിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ നമുക്ക് വന്നിട്ടുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ വ്യത്യാസം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വരുന്ന ഈ ഹെഡ്ലൈറ്റിന് മുകളിൽ വരുന്ന LED ഉള്ള ലൈറ്റിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ബാർ ലൈറ്റ് കൊടുത്തിരിക്കുന്നത് നമ്മൾ വേറൊരു ഷെയ്ഡിലാണ്, അത് വൈറ്റ് ഷെയ്ഡാണ്, ഇത് വേറൊരു ഷെയ്ഡാണ്. അങ്ങനെ കൊടുത്തിരിക്കും. ചെറിയ ചെറിയ മാറ്റങ്ങളെ വന്നുള്ളൂ. പക്ഷേ എക്സ്റ്റീരിയറിൽ എല്ലാ കാര്യങ്ങളും ഒരേ സെയിം മെത്തേഡിൽ തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ടൊയോട്ടയുടെ ലോഗോ, ഒറിജിനൽ ലോഗോ തന്നെയാണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അത് സിൽവറും ഗോൾഡിലും നമുക്ക് വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഗോൾഡിൽ തന്നെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. വെച്ച് കഴിഞ്ഞാൽ ഗ്രീനിന് കുറച്ചുകൂടെ ഗോൾഡ് മാച്ചാവും. സിൽവറും നല്ല മാച്ചാണ്. പക്ഷേങ്കിൽ കസ്റ്റമറുടെ റിക്വസ്റ്റും നമുക്ക് ഗോൾഡ് ആയിരുന്നു. അപ്പോൾ ആ ഗോൾഡ് ലോഗോ തന്നെ ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ഏകദേശം സെയിം ഒരു രീതിക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് വർക്കും ഫുൾ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മെക്കാനിക്കൽ വർക്ക് ആയിക്കോട്ടെ, ആക്സസറീസ് വർക്ക്, അതുപോലെ പെയിൻറ്റിങ് വർക്ക്, ഇലക്ട്രിക്, എല്ലാ വർക്കും നമ്മൾ A to Z കാര്യങ്ങൾ ഇതിൽ കംപ്ലീറ്റ് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ സൈഡ് മിററായിട്ട് കൊടുത്തിരിക്കുന്നത് ബൊലീറോയുടെ മിററാണ് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. മൗണ്ടിങ് എല്ലാം കറക്റ്റ് തന്നെയാണ്. ചെറിയൊരു നേരിയൊരു വ്യത്യാസം മാത്രമേ വരുള്ളൂ. അത് നമുക്ക് ഇടാം. ഒരു 10-ന്റെ ബോൾട്ടിന് പകരം 8-ന്റെ ബോൾട്ട് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് സീറ്റിംഗ് ആവും. അത് ബ്ലാക്ക് മിറർ വരുന്നുണ്ട്. അതിൽ നമ്മൾ ക്രോമിൻ്റെ ഒരു ഫിനിഷ് വരണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ക്രോം അതിനകത്ത് മേടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫോഗ് ലാമ്പ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല പവറുള്ളതാണ്. നമ്മളിപ്പോൾ എൻ്റെ വണ്ടിയിലൊക്കെ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഈ ഫോഗ് ലാമ്പ് മാത്രം യൂസ് ചെയ്തിട്ടാണ് വണ്ടി ഓടിക്കുക. ഹെഡ്ലൈറ്റ് എപ്പോഴും നമ്മൾ ഇടുകയില്ല, ഞാൻ എപ്പോഴും ഇടില്ല. ഈ ഫോഗ് ലാമ്പ് തന്നെ മാത്രം നമ്മൾ യൂസ് ചെയ്തിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. എന്താ വെച്ചാൽ അത്രത്തോളം പവർ അതിനകത്ത് നമുക്ക് കിട്ടും. ഇതും ഹെഡ്ലൈറ്റും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര പവറാവും. നമുക്ക് ഓപ്പോസിറ്റ് വരുന്നവർക്ക് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യുക. ഒന്നില്ല ഹെഡ്ലൈറ്റ് യൂസ് ചെയ്യുക, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോഗ് ലാമ്പ് യൂസ് ചെയ്യുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹെഡ്ലൈറ്റിൻ്റെ അതേ ഡിമ്മും ബ്രൈറ്റും എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. ഒരു ലൈറ്റ് അല്ല, ഡിമ്മും ബ്രൈറ്റ് കാര്യങ്ങൾ എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല പവറുണ്ട്. LED ലൈറ്റാണ്. ചാർജിങ് ഒക്കെ വോൾട്ടൊക്കെ കുറച്ചേ എടുക്കുള്ളൂ, എങ്കിലും നല്ല പവറുണ്ട്. അപ്പോൾ നമുക്ക് ഈ രണ്ട് ലൈറ്റ് തന്നെ മതി നമുക്ക് ഹെഡ്ലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ. നമുക്ക് നമ്മുടെ ഹെഡ്ലൈറ്റ് യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ പക്കയായിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. പിന്നെ അതുപോലെ ഫോഗ് ലാമ്പ് നമ്മൾ സാധാ നോർമൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഹെഡ്ലൈറ്റ് വന്നിട്ട് നമ്മൾ ലുമാക്സിൻ്റെ ആണ് കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ഹെഡ്ലൈറ്റ് ഒറിജിനൽ വരുമ്പോൾ. പിന്നെ ബാക്കിയുള്ള ഇൻഡിക്കേറ്റർ, ബാക്കിൽ ടൈലൈറ്റ്, ബാക്കിൽ റിഫ്ലാക്ടർ, അതെല്ലാം നമ്മൾ ഒറിജിനലാണ്. ഫെൻഡർ ഇൻഡിക്കേറ്റർ അടക്കം നമ്മൾ ഒറിജിനൽ IGL എന്ന കമ്പനി വരുന്ന ടൊയോട്ടയുടെ ബ്രാൻഡിൽ IGL എന്ന് പറയുന്ന കമ്പനിയാണ് വരുന്നത് ലൈറ്റ്സ് എല്ലാം സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ OE പാർട്സ് തന്നെ ഇട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ നമ്മളൊരു ആൻറ്റിന, അതുപോലെ തന്നെ പിന്നെ ഒരു എംബ്ലം. പിന്നെ ഇത് നമ്മൾ ഗ്രില്ല് വന്നിട്ട് ഒറിജിനൽ ഇട്ടിരിക്കുന്നത്. ഒറിജിനൽ ഗ്രില്ലാണ്. ഇതിന് 5820 രൂപ കണ്ട വരുന്നുണ്ട് ഗ്രില്ലിന്. പിന്നെ വരുന്നത് നമുക്ക് ബോണറ്റ് ക്രോം, അത് നോർമൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ എംബ്ലം സെറ്റ് എല്ലാം നോർമൽ തന്നെയാണ് നമ്മൾ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൊയോട്ടയുടെ ബാക്കിലെ ലോഗോ, 2 ക്വാളിസിൻ്റെ ലോഗോ, പിന്നെ RS 2.4D, അതൊക്കെ നമ്മൾ സാധാ നോർമൽ തന്നെയാണ്. അപ്പോൾ ഇന്റീരിയറിൽ നമ്മൾ സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനോവയുടെ സെൻട്രൽ കൺസോൾ ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ആൻഡ്രോയിഡ് സെറ്റ് നമ്മൾ ഇതിരിച്ചിട്ടുണ്ട്. ഹാമൻ എന്ന് പറയുന്ന ആൻഡ്രോയിഡ് സിസ്റ്റമാണ് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്യുന്നത്. അതും ടോപ്പിൽ തന്നെ വെച്ചിട്ടുണ്ട്. ടോപ്പിൽ വയ്ക്കുമ്പോൾ നമുക്ക് ഡ്രൈവർ സൈഡിൽ നിന്ന് വലിയ ബുദ്ധിമുട്ടൊന്നും വരില്ല, വ്യൂ കിട്ടും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കോർണറിൽ നിന്ന് നമുക്ക് കറക്റ്റ് വ്യൂ കിട്ടും. അല്ലാതെ യാതൊരുവിധ ബുദ്ധിമുട്ടോ തടസ്സമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഹാമൻ്റെ മറ്റേ ആൻഡ്രോയിഡ് സിസ്റ്റമാണ് വെച്ചിരിക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആൻഡ്രോയിഡ് സിസ്റ്റം വെക്കുമ്പോൾ ഒരു ബൂസ്റ്ററും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് സൗണ്ട് ക്വാളിറ്റി അത്ര പെർഫെക്റ്റ്ലി കിട്ടുള്ളൂ. നമ്മൾ സോണി പൈനിയർ എന്ന് പറയുന്ന സാധാ നോർമൽ സെറ്റ് വെക്കുമ്പോൾ അതിനകത്ത് നമ്മൾ ഇപ്പോൾ JBLന്റെ സിസ്റ്റമാണ് ഫുള്ള് കയറ്റിയിരിക്കുന്നത്. സ്പീക്കർ ആയിക്കോട്ടെ, ബാക്ക് ഡോറിൽ സ്പീക്കർ ഉണ്ട്, ഫ്രണ്ട് ഡോറിൽ സ്പീക്കർ ഉണ്ട്. അതുപോലെ തന്നെ റിയർ ഡോറിൽ നമ്മൾ JBLന്റെ ഓവൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സബും മറ്റേ JBLന്റെ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ സോണിയുടെ നമ്മൾ ആമ്പും കൊടുത്തിട്ടുണ്ട്. എങ്കിലും നമുക്ക് സൗണ്ട് കുറച്ച് കുറവായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. എന്താ വെച്ചാൽ ആൻഡ്രോയിഡ് സിസ്റ്റത്തിന്റെ ഔട്ട് വരുന്നത് അങ്ങനെയാണ്. നമുക്ക് പക്ക ഔട്ട് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സോണിയോ പൈനിയറോ അതുപോലെ തന്നെ കെൻവുഡോ അങ്ങനെ ബ്രാൻഡഡ് വരുന്ന സാധാ നോർമൽ സെറ്റ് വെച്ചാൽ മാത്രമേ നമുക്ക് പക്കയായിട്ട് സൗണ്ട് എഫക്റ്റ് നമുക്ക് ഫീൽ, ഇത്രയും സ്പീക്കർ വയ്ക്കുന്നതിനുള്ള ഒരു സൗണ്ട് എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു പവർ ബൂസ്റ്റർ ഉണ്ട്, അതും കൂടെ ആഡ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സൗണ്ടും അതുപോലെ ക്ലാരിറ്റിയും എല്ലാം നമുക്ക് കുറച്ച് കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡാഷ്ബോർഡ് ഇതിനകത്ത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്, പെയിന്റിംഗ് അല്ല, സ്റ്റിച്ച് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. അതിൽ റെഡ് നൂലൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഫുള്ളായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫുള്ളായിട്ട്
അതേ ഇതിൽ തന്നെ നമ്മൾ മറ്റേ അവിടെ സെൻട്രൽ കൺസോളും അതേ കളറിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് നമുക്ക് പിന്നെ റെക്സം മാറ്റണം. റെക്സം പിന്നെ വലിയ കുഴപ്പമില്ലാത്തതാണ് ഞാൻ ഇത് ഇട്ടിരിക്കുന്നത്. ഇതിൽ നമുക്ക് പെയിന്റ് ചെയ്യാൻ പറ്റില്ല. അത് പെയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം കംപ്ലീറ്റ് അടർന്നു പോകും. അതിപ്പോൾ നമ്മൾ പെയിന്റ് ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ ബട്ടർഫ്ലൈ സീറ്റ് 2 സെറ്റ് ചെയ്തിട്ടുണ്ട് അതല്ലേ. അതുപോലെ ബാക്കിലെ സീറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ സീറ്റ് തന്നെയാണ്. കസ്റ്റമർക്ക് ഫാമിലി ഉള്ളത് കൊണ്ട് അത് ഒന്നും ചെയ്യേണ്ട, ആ ഒരു രീതിക്ക് തന്നെ മതി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആ ഒരു സീറ്റിന്റെ ഇതിൽ തന്നെ ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടും ബാക്ക് മിഡിലും അതുപോലെ ബാക്കും അത് നോർമൽ തന്നെയാണ്. ബാക്ക് എപ്പോഴും ക്വാളിസിന് വരുന്നത് നോർമൽ ലോങ് സീറ്റ് തന്നെയാണ്. സെൻറ്ററിൽ വരുന്നത് ബക്കറ്റ് സീറ്റ് ആണ്. അത് പക്ഷേ ഇത് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് അതേ രീതിയിൽ തന്നെ നമ്മൾ അത് സ്റ്റിച്ചിങ് കാര്യങ്ങൾ ചെയ്ത് പക്ക പെർഫെക്റ്റ്. ഫ്രണ്ടിൽ മാത്രം നമ്മൾ ബട്ടർഫ്ലൈ സീറ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ മെക്കാനിക്കൽ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിന്റെ ഫ്രണ്ട് സസ്പെൻഷൻ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു, അത് ഫുള്ള് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വീൽ ബാരിങ്, ബെൽറ്റുകൾ, അങ്ങനെ കുറേ വർക്കുകൾ ഏകദേശം കംപ്ലീറ്റ് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. മെക്കാനിക്കൽ വർക്ക് മാത്രമല്ല, A to Z കാര്യങ്ങൾ ഇപ്പോൾ പക്ക പെർഫെക്റ്റ് ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ്. വേറെ കംപ്ലൈൻറ്റോ വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. കസ്റ്റമർക്ക് ഇങ്ങനെ കൊണ്ടുപോയാലും യൂസ് ചെയ്യുക. ഒരു 5000 കിലോമീറ്റർ ഓടുമ്പോൾ ഓയിൽ സർവീസ് കാര്യങ്ങൾ ചെയ്ത് യൂസ് ചെയ്യാന്നല്ലാതെ വേറെ ഒരു കംപ്ലൈൻറ്റോ ഒരു ഇലക്ട്രീഷ്യൻ്റെ അടുത്ത് പോകേണ്ട അവസ്ഥയോ അല്ലെങ്കിൽ ആക്സസറീസ് ഫിറ്റ്മെന്റ് പോകേണ്ട അവസ്ഥയോ ഒന്നും തന്നെ ഇല്ല. എല്ലാം തന്നെ നമ്മൾ തന്നെ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്ത് എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട്. A to Z, ബമ്പർ ടു ബമ്പർ എല്ലാം. ഇനിയിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കസ്റ്റമർക്ക് വേറെ എന്തെങ്കിലും ലൈറ്റ് ഫിറ്റ് ചെയ്യണം, ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വേറൊരു ഷോപ്പിലേക്ക് കയറേണ്ട ഒരു അവസ്ഥയില്ല. കംപ്ലീറ്റ് നമ്മൾ തന്നെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അവരുടെ ടേസ്റ്റിന് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ ചെയ്യാം. പിന്നെ അവർ നമ്മുടെ അടുത്ത് കുറേ കാര്യങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നത്, ആ റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മൾ എല്ലാ സംഭവവും ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ കസ്റ്റമർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ വേണമെങ്കിൽ നൂഡിൽസ് മാറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് വിരിക്കുക. ഗ്രീൻ കളറോ ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കളറിൽ നമുക്ക് നൂഡിൽസ് മാറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വിരിക്കാം. അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ അവരുടെ ടേസ്റ്റിന് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാവുന്നതാണ്. നോക്കുകയാണെങ്കിൽ നമ്മൾ JBLന്റെ സബ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആംപ്ലിഫയർ കൊടുത്തിരിക്കുന്നത് നമ്മൾ റിയർ ഡോർ പാഡിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ കൊടുക്കുമ്പോൾ, ഫ്രണ്ട് സീറ്റിൽ കൊടുക്കുമ്പോൾ ഫ്രണ്ട് ഡോർ തുറന്നതും കാണുന്നത് സീറ്റിന്റെ അടിവശമാണ്. അടിവശം കാണുമ്പോൾ ഫുള്ള് വയറിങ്, അങ്ങനെ ഹാർനസ് കംപ്ലീറ്റ് ആയിട്ട് പരന്നങ്ങ് കിടക്കും. ആ കിടക്കുന്ന സമയത്ത് കാണാൻ തന്നെ ഒരു വൃത്തികേടാണ് അതിൻ്റെ. അപ്പോൾ നമ്മളത് കംപ്ലീറ്റ് വയറിങ് ബാക്കിലേക്ക് കൊണ്ടുവന്നിട്ട് ഡോർ പാഡിൽ തന്നെയാണ് അതിൻ്റെ ആമ്പും കാര്യങ്ങളും എല്ലാം അതിനകത്ത് നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ JBLന് 2 ഓവൽ സ്പീക്കറും ബാക്കിൽ നമ്മൾ കൊടുത്തിരിക്കും. ഇത്രയാണ് നമ്മൾ അക്സസറീസ് ചെയ്തിരിക്കും. പിന്നെ ബാക്കിൽ വരുന്ന ഇനോവയുടെ മറ്റേ ലൈറ്റും, ബമ്പർ ലൈറ്റ്, ലിപ്പ് ലൈറ്റും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് വർക്ക് ചെയ്യുന്നത് പാർക്ക് ലൈറ്റ്, ബ്രേക്ക്, ഇൻഡിക്കേറ്റർ, ഇത് 3 അതിനകത്ത് തന്നെ കംപ്ലീറ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കിൽ ഡോർ പാഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ പ്ലൈവുഡിൽ അതേ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഹെവിയാണ്. അതുകൊണ്ട് നമുക്കിതിൽ നല്ല സ്പീക്കേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും. വൈബ്രേഷൻ കുറവാണ്. അതുപോലെ ഇതുപോലുള്ള സബ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ നമുക്ക് ആഡ് ചെയ്യാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഹെവി ആയിട്ടാണ് നമ്മൾ ഇതിനകത്ത് ഡോർ പാഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഫ്രണ്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഡോർ പാഡ് പ്ലൈവുഡിൻ്റെ തന്നെയാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഒറിജിനൽ വരുന്ന ഡോർ പാഡ് അല്ല. ഒറിജിനൽ ഡോർ പാഡ് നമുക്ക് ഇതിന് മുകളിലേക്ക് കവറിങ് വരും. ആ മുകളിലേക്ക് കവറിങ് വരുമ്പോൾ നമ്മൾ ഇതേ റെക്സിനിട്ട് ചെയ്യുമ്പോൾ കമ്പനി വരുന്നത് കൊണ്ട് നമുക്ക് ഇതിനകത്ത് കയറി കറക്റ്റായിട്ട് നിൽക്കും. പക്ഷേങ്കിൽ നമ്മൾ റെക്സിനായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ ബീഡിങ് ഇതിൽ കൂടെ കവർ ചെയ്തിട്ട് കയറ്റുമ്പോൾ ഈ ബീഡിങ് കയറാൻ നല്ല പ്രയാസമായിരിക്കും. അതിനുശേഷം പിന്നെ നമുക്ക് സ്ക്രൂ ചെയ്ത് എന്തെങ്കിലും കയറ്റിയിട്ട് വേണം ഈ ബീഡിങ് ഇടണം. അത് ബോറായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ക്വയർ ടൈപ്പിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടിരിക്കുക. അതുപോലെ നമ്മൾ ഇതിലും പ്ലൈവുഡ് തന്നെയാണ്, നമ്മൾ 6 ഇഞ്ച് തിക്നെസ്സിൽ വരുന്ന ഒരു പ്ലൈവുഡ് തന്നെയാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള JBL സ്പീക്കർ കാര്യങ്ങളൊക്കെ കയറ്റുമ്പോൾ വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകില്ല. പക്ക സൗണ്ട് എഫക്റ്റ് നമുക്ക് അതിൻ്റെ ബാസും എല്ലാം പക്കയായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതുപോലെ ഇതിൽ നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ഈ 4 സ്പീക്കർ അല്ലെങ്കിൽ എല്ലാ സ്പീക്കറിലും ഒരു 4 ചാനലിൻ്റെ ആമ്പ് വഴി നമ്മൾ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ എഫക്റ്റ് നമുക്ക് നല്ലോണം ഫീൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൽ ഡാമ്പിങ് കൂടി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൗണ്ട് എഫക്റ്റ് ഒന്നുകൂടെ ക്ലാരിറ്റി ആയിരിക്കും. നമുക്ക് എന്താ പറയുക, ഒരു വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകില്ല. പക്ക പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പാട്ടുകളൊക്കെ കേട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇത്രയും വർക്കാണ് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. വർക്ക് എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ, ടിങ്കറിങ്, ആക്സസറീസ്, ഇലക്ട്രിക്, അതുപോലെ തന്നെ അപ്പോൾസറി വർക്ക് കംപ്ലീറ്റ് A to Z. അപ്പോൾ കംപ്ലീറ്റ് വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.